Hey guys, welcome back to Punya Vlogs. ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കൺമണിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കൺമണിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിങ്ങിന് പുറപ്പെടുന്നത്. ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല, ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. തിരുവാതിര പ്രാക്ടീസ് ആക്കുന്ന ആ ടൈമാണ് ഞാൻ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നല്ല കേട്ടോ, ഒരു ചെറുമാതിരിയുള്ള ഗിഫ്റ്റ് സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ പ്ലാനിങ്. അതുപോലെ സർപ്രൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. ഞാനും ഏട്ടനും ഇസാ ബേബിയും പിന്നെ രജനി ചേട്ടനും നമ്മൾ ഇത്രയാണ് പോകുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രസ്സാണ് വാങ്ങിക്കൊടുത്തത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് കളറും ബുക്കും അല്ലേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ വിചാരിച്ചു ബുക്ക് സ്റ്റാളിൽ തന്നെ പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഇവളെന്തായാലും അംഗനവാടിയിലും പോവാൻ. അങ്ങനെ നമ്മൾ കൺമണിക്ക് വാങ്ങിച്ച എന്താന്ന് വെച്ചാൽ കളർ ബുക്സും പിന്നെ കളറിന്റെ വലിയൊരു പെട്ടി, അതിൽ തന്നെ ഏകദേശം എല്ലാ കളറും ഉണ്ട്. മീൻസ് പെയിന്റിങ്, ക്രയോൺസ്, പെൻസിൽ കളർ അങ്ങനെ വരുന്ന സെറ്റ്, പിന്നെ ആൽഫബറ്റ്സിന്റെ കാർഡ്സും. പിന്നെ നമ്മൾ ഒരാൾക്ക് മാത്രമായിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. കൺമണിക്ക് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇസാ ബേബിക്കും വാങ്ങി. നമ്മൾ അങ്ങനെയാണ് സാധാരണ എന്ത് വാങ്ങുന്നുണ്ടെങ്കിൽ രണ്ടാക്കും ഒരുപോലെ തന്നെ വാങ്ങും, അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള ഗുലുമാല് നമ്മൾ തന്നെ കാണണ്ടേ. അങ്ങനെ കൺമണിക്ക് വാങ്ങിയത് ഗിഫ്റ്റ് ചെയ്യാനും ഇസാ ബേബിന്റെ വേറെ തന്നെ പാക്ക് ചെയ്തതാണ്. അങ്ങനെ അവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടത് ഷോപ്രിക്സിലാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഷോപ്രിക്സ് വരുന്നത്. അവിടെ ഇസാ ബേബിക്ക് വേണ്ട പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഞാനും ഏട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നത് എന്താന്ന് വെച്ചാൽ ഏട്ടൻ വിചാരിച്ചപോലെ ഈ വരുന്ന സൺഡേ എന്നെയും കൊണ്ടുവന്ന ടൗണിൽ പോകണം. അപൂർവത്തിൽ അപൂർവമാണ് ഏട്ടൻ ഇങ്ങനെ വിചാരിക്കലിട്ടാ. കാരണം എന്താ വെച്ചാൽ എന്നെയും കൊണ്ട് ടൗണിൽ അഥവാ പോയെങ്കിൽ തന്നെ അന്നത്തെ കാശ് ഡിം. വേണ്ടുന്നതും വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങി. ഈ വേണ്ടാത്തായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടും വേണ്ടാത്തായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല കേട്ടോ. ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ നമ്മളൊന്ന് വാങ്ങിപ്പോവില്ലേ, അതാ. പിന്നെ എൻ്റെ കയ്യിൽ സാധനങ്ങളെല്ലാം എന്തെങ്കിലും തീരാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം വേഗം റീസ്റ്റോക്ക് ആക്കിയിട്ട് വെക്കും. പിന്നെ വല്ലപ്പോഴല്ലേ നമ്മളെല്ലാം ടൗണിൽ പോകുന്നത്, അപ്പൊ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് വെക്കും. എന്നെ പോലെ തന്നെയാണ് ഇപ്പൊ ഇസാ ബേബിയും. അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു. അവൾ അതിൽ നിന്ന് ബോൾ എടുക്കുന്ന സമയത്ത് രണ്ടെണ്ണം എടുത്തിന് കേട്ടാ. എനിക്ക് മാത്രമല്ല കൺമണിക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് 2 ബോൾ എടുത്തത്. അവൾക്ക് ഈ ബോളിനോട് എന്താന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ബോൾ വേണം എന്നാണ് പറയല്. വീട്ടിലൊരു 5-6 ബോൾ ഉണ്ട്, എന്നാലും അവിടെ പോയാലും ബോൾ വേണം എന്നാണ് അവള് പറയാ. അതുകൂടാണ്ട് വേറെയും കുറച്ച് കളി സാധനങ്ങൾ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിന്, അതെടുത്ത് കളിക്കുന്നുണ്ടായിനി. പക്ഷെ അതുപോലെ അതെടുത്ത് അവിടെ വെക്കുകയും ചെയ്തു. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നി. പിന്നെ നമ്മൾ ഇസാ ബേബിക്ക് നോക്കിയത് ഒരു വാട്ടർ ബോട്ടിലാണ്. അവളെ ബോട്ടിൽ മോശമായി പോയെ. അങ്ങനെ അവിടുന്ന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ടത് തട്ടുകടയിലാണ്. ടൗണിലേക്ക് പോയാൽ ഏടുന്നല്ലാത്ത വിശപ്പ് എനിക്ക് വരുമെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈബല്ലേ. എപ്പോഴും ഈ വീട്ടിലുള്ള ചോറും മീൻകറിയാണ് തിന്നിട്ട് മടുത്തല്ലോ, അപ്പെങ്കിലും ഇങ്ങനെ പുറത്തത്തെ ഫുഡും കഴിക്കണ്ടേ. ഇതാണ് ഇപ്പത്തെ നമ്മളെ താൽക്കാലികമായിട്ടുള്ള കാറ്. നമ്മളതല്ല, എളയപ്പന്റെ ആണ്. ഈ തട്ടുകടന്റെ ഇപ്പുറത്ത് തന്നെയുള്ള ഈസി ബൈ ഷോപ്പിലാണ് എൻ്റെ അനിയൻ പണിക്കുന്നത്. ഷോപ്പിൽ കയറണം എന്നുണ്ടായിനി, പിന്നെ വെറുതെ കയറിയാലും ഞാൻ എന്തായാലും ഡ്രസ്സ് എടുക്കാണ്ട് നിൽക്കൂല. അത് പിന്നൊരിക്കലാവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. തട്ടുകട ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇസാ ബേബിക്കും കൂടി ഫുഡ് കൊടുക്കണമല്ലോ. അവളൊന്നും തിന്നിട്ടില്ല. ഈ പൊറോട്ട എല്ലാം തിന്നു കഴിഞ്ഞാൽ ശരിയാവൂലല്ലേ, രാത്രിയല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ച് നെയ്പ്പത്തിലാകുമ്പോ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് നേരെ തട്ടുകടയിലേക്ക് വിട്ടത്. നല്ല വിശപ്പുണ്ടായിനെ. ഫുഡ് കിട്ടിയപ്പോ വീഡിയോ എടുക്കാൻ പോലും മറന്നു. തിന്ന് കഴിഞ്ഞിട്ടാന്ന് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോ എന്റെ വീട്ടിന്റെ അതിലോട്ട് തന്നെയാണ് കേട്ടോ പോയത്. അവിടെ അമ്മയും ഉണ്ടായിന്, എന്റെ അനിയനും ഉണ്ടായി. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുന്നത്. പിന്നെ വീട്ടിലെത്തുമ്പോ എല്ലാരും ഉറങ്ങിയിട്ടില്ലോ എന്ന് നോക്കണ്ടേ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ഗിഫ്റ്റ് എല്ലാവരും നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ അതുപോലെ തന്നെ നടക്കണം. പറഞ്ഞ പോലെ തന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിയിട്ടാണ് ഉണ്ടായിനി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.